2026 വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കെ മുരളീധരൻ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. വട്ടിയൂർക്കാവിൽ ഇടക്കാലത്ത് മാറി നിന്നതിൻ്റെ ക്ഷീണം നല്ലപോലെ കോൺഗ്രസിനെ ബാധിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് വട്ടിയൂർക്കാവിൽ നിന്നും കെ മുരളീധരൻ മാറി നിന്നത്. വാസ്തവത്തിൽ അത് അബദ്ധമായി പോയെന്ന് ഇപ്പോൾ കെ മുരളീധരൻ കൃത്യമായി പറയുന്നുണ്ട്. വടകരയിൽ 2019 മുല്ലപ്പള്ളി രാമചന്ദ്രനല്ല ആര് നിന്നാലും ജയിച്ചനെ, അത്രയേറെ ഭരണവിരുദ്ധ തരംഗമുണ്ടായിരുന്നു. എന്നിട്ടും പാർട്ടി നിർദ്ദേശപ്രകാരമാണ് മത്സരിച്ചത് എന്ന് മാധ്യമങ്ങളോട് കെ മുരളീധരൻ പറഞ്ഞിരിക്കുകയാണ്. ഇത്തവണ പക്ഷേ അങ്ങനെയല്ല, വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കും. എനിക്ക് അവിടുത്തെ എൻ്റെ നാട്ടുകാരെ നന്നായി അറിയാം. അവരുടെ സ്നേഹവായ്പ് ആവോളം മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് താൻ. വലിയ രീതിയിലുള്ള LDF തരംഗം ആഞ്ഞടിച്ച 2016 പോലും വട്ടിയൂർക്കാവുകാർ കൈവിടാത്തത് കൊണ്ടാണ് 7800 പരം വോട്ടുകളുടെ വിജയം എനിക്ക് കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് കെ മുരളീധരൻ പറയുന്നു. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ജനപ്രിയനല്ലാത്ത മോഹൻകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് കാരണം പ്രശാന്ത് 14,000 വോട്ടുകൾക്ക് വിജയിച്ചു. എന്നാൽ ഇനി അത് ആവർത്തിക്കപ്പെടില്ല. കെ മുരളീധരൻ്റെ വരവും കാത്ത് സംഘടനാപരമായി ശക്തി പകരാൻ ഇരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിൻ്റെ ഗതികേട് കൃത്യമായി മനസ്സിലാക്കുകയാണ് ഇപ്പോൾ. അതിന് കാരണം അച്ചടക്കമില്ലായ്മയും നേതൃത്വത്തിലുണ്ടായ മാറ്റവും എല്ലാം തന്നെയാണ്. അത് വട്ടിയൂർക്കാവിലെ വോട്ടർമാരിൽ പ്രതിഫലിച്ചു. അവർക്ക് കോൺഗ്രസിൽ വിശ്വാസ്യതയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. എന്നാൽ കെ മുരളീധരൻ്റെ തിരിച്ചുവരവോടുകൂടി വട്ടിയൂർക്കാവ് ഉഷാറാവും. അത്രയേറെ ജനസമ്മതി മുരളീധരന് വട്ടിയൂർക്കാവിലുണ്ട്. 2011 ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ 16,200ഓളം വോട്ടുകൾക്കാണ് കെ മുരളീധരൻ വിജയിച്ചു കയറിയത്. 2ാം തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ പോരാട്ടമായിരുന്നു കുമ്മനം രാജശേഖരനുമായി ഉണ്ടായിരുന്നതെങ്കിൽ പോലും കെ മുരളീധരൻ അവിടെയും 7,800 വോട്ടുകൾക്ക് അദ്ദേഹത്തിന് കെട്ടുകെട്ടിക്കുകയുണ്ടായി. ഇത്തവണ തൃശ്ശൂരിൽ മത്സരിച്ച 3ാം സ്ഥാനത്തേക്ക് എത്തേണ്ട ഒരവസ്ഥ വന്നു. എന്നാൽ അവിടെ CPM-ഉം BJP-യും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഇരയായി മാറുകയായിരുന്നു അദ്ദേഹം എന്നുള്ളത് കൃത്യമായ വിലയിരുത്തൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിൽ DCC പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായി പരിഗണിച്ചില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിനെ തകർക്കാൻ ഈ നിർണായക ശക്തികൾ വലിയ രീതിയിലുള്ള കള്ളക്കളികൾ കളിക്കുമെന്ന് കെ മുരളീധരൻ ആവശ്യപ്പെട്ടത്. ഒരിക്കലും KPCC അധ്യക്ഷനെ മാറ്റേണ്ട കാര്യമില്ല. അതിൻ്റെ സംഭവവികാസങ്ങൾ ഉദിക്കുന്നില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അച്ചടക്കത്തോടുകൂടി പ്രവർത്തിച്ചാൽ വലിയ വിജയമാണ് കോൺഗ്രസിനെ കാത്തിരിക്കുന്നതെന്നും അത് പ്രവർത്തികളാൽ കളഞ്ഞു കുളിക്കരുതെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടിരിക്കുന്നു.